അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു നിന്ന ആ ഒരു കാറ് അത് കണ്ട് ശരിക്കും ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ച് നോക്കുകയാണ്. പഠിച്ചോനെ, ആരാണിപ്പോൾ ഇവിടെ ഈ ഒരു കാറിൽ വരാൻ ഉള്ളത്? കാറ് കണ്ടിട്ടാണെങ്കിൽ മുമ്പ് കണ്ട് പരിചയമുള്ളൊരു കാറ് പോലെയും. പക്ഷെ എന്നാലോ ഒരാൾ അവിടുന്ന് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, മറ്റാൾ ഇറങ്ങിയിട്ടുമില്ല. എന്തെന്നറിയില്ല, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ? എടി, ആ സിറ്റ് ഔട്ടിക്ക് ആ രണ്ട് കസാരൻ്റെ എടുത്തിട്ടാളാ, ആരാന്നാവോ? കാര്യപ്പെട്ട ആരോ വരാൻ തോന്നുന്നുണ്ട്. ഉമ്മ വേഗം അകത്തേക്ക് പോയി ചെയറുകളതാ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷെ കാറിൽ നിന്ന് അവരെത്രയായിട്ടും ഇങ്ങോട്ട് എത്തുന്നേ ഇല്ല. ഒരാൾ മാത്രം പുറത്തു നിൽക്കുകയാണ്. ഉമ്മയും ഉപ്പയും ആരാണ് വരുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ അവിടെ കാത്തിരുന്നു. പെട്ടെന്നതാ പുറത്തിറങ്ങിയ ആളതാ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. കണ്ട് നല്ല പരിചയമുള്ള മുഖം. ഉപ്പ പറഞ്ഞു, ആരപ്പത്? കയറിയിരിക്കി, എവിടെയോ ഒന്ന്. എന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച്. അന്ന് ഞാൻ കണ്ടിരുന്നു. എൻ്റെ പേര് ഷെഫീക്ക്. അത് കേട്ടപ്പോൾ ഉപ്പാക്ക് ഏറെക്കുറെ മനസ്സിലായി. ഉമ്മയും ഉപ്പയും വളരെയധികം സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചിരുത്തി. ദാ ഇവിടെ ഇരുന്നോളൂ. എന്തൊക്കെയുണ്ട് വർത്താനം? ഉപ്പ, ഉമ്മ, പിന്നെ നിങ്ങൾ ക്ഷമിക്കണം. എന്തിന്? അല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ മോള് കാര്യം കൊണ്ട്? എന്തൊക്കെയായാലും ക്ഷമിക്കണം. ഓരോ സമയത്തെ മനുഷ്യന്മാർക്ക് ഓരോ തെറ്റ് പറ്റിപ്പോവല്ലേ. എന്താ കുട്ടി ഈ പറയണത്? മനസ്സിലാണില്ലല്ലോ. അല്ലേ, മോളെ ആദ്യം കല്യാണം കഴിച്ചത് ഫൈസലായിരുന്നല്ലോ. അപ്പോൾ അവൻക്കിപ്പോൾ ഒരു കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങിക്കണ്. ഷെഫീഖിൻ്റെ സംസാരം കേട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എൻ്റെ റബ്ബേ, എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഉമ്മ മനസ്സിൽ വിചാരിച്ചു. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു എൻ്റെ കുട്ടിക്ക് ഓളെ പുതിയാപ്പിളിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. റബ്ബേ, ഈ ഇപ്പോഴാണോ അത് കേട്ടത്? ആ ഉമ്മ മനസ്സിൽ വിചാരിച്ചു. ഉപ്പാക്കും ഉമ്മാക്കും എന്ത് പറയണം എന്നറിയുന്നില്ല. ഷെഫീഖ് വീണ്ടും പറഞ്ഞു, എൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവൻ എന്നോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ പഴയ കാലത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു, ശരി തന്നെയാണ്. പക്ഷേ ഇനി അവനതൊന്നും ആവർത്തിക്കില്ല എന്നാണ് പറയുന്നത്. അവനിപ്പോൾ എല്ലാം വേണ്ടില്ലായിരുന്നു അങ്ങനെ കഴിക്കണേ. പിന്നെ അതുമല്ല, അവന് പറയുന്നത് എനിക്ക് എന്താണെന്നറിയില്ല. അന്ന് എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ തോന്നി, അതുപോലെയൊക്കെ ചെയ്തു. ഇപ്പോൾ അവന് മൊത്തത്തിൽ മാറിയിരിക്കണം കേട്ടോ. 5 നേരം പള്ളിയിൽ പോകും, എല്ലാ നല്ല കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കും. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ റബ്ബേ, എന്തൊക്കെ ഞാൻ കേൾക്കണേ. എടി, ചായ എടുക്ക്. ചായ ഒന്നും വേണ്ടത്താ. അത് മോനെ, വണ്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അതെ, അവനുണ്ട്, ഫൈസൽ. ആ ഒരു പേര് കേട്ടപ്പോൾ ഉപ്പ ഞെട്ടിത്തരിച്ചു പോയി. എൻ്റെ റബ്ബേ, ഒരു കാലത്ത് അവനൊരു നിമിഷം എൻ്റെ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ എന്ന് കരുതിയിരുന്നു. അന്ന് ഞാൻ എൻ്റെ മോളുമായി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കള ഭാഗത്ത് കൂടെ ഓടി. അതെ, എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ പുതിയാപ്പിളാരല്ലേ, മോശമാക്കാൻ പറ്റൂലല്ലോ. നമ്മൾ ഈ ചെറ്റക്കുടലാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് ഫുഡ് കൊടുക്കുക, അവരെ സൽക്കരിക്കുക, അതല്ലേ നമുക്ക് ശീലമായിട്ടുള്ളൂ. അത് കേട്ട് ഞാൻ ഓടിയതാണ്. എൻ്റെ മോൾക്ക് ഒന്നുകൊണ്ടൊരു മോശം വരരുത് എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞാൻ ഓടിക്കിതച്ച് പോയി. എന്തായാലും ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നു. അതും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള മന്തിയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അതൊക്കെ കൊണ്ടുവന്ന് എത്തിയപ്പോഴേക്കും ഉമ്മയും അവളും സങ്കടപ്പെട്ട് നിൽക്കുന്ന രൂപമാണ് കണ്ടത്. ഇക്ക, അവർ പോയി. എൻ്റെ നുസ്രത്തിൻ്റെ ആ ഒരു വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് വേദന സൃഷ്ടിച്ചു. പോയോ? അതെന്താടി? ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഞാൻ കടം വാങ്ങിക്കൊണ്ടുവന്നതാണിത്. എങ്കിലും നമ്മളെ മരുമകനെ മോശമാക്കരുതെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് പോയോ? അതെ, ഇക്ക പോയുപ്പാ. ഇക്കയോട് ഞാൻ ഒരുപാട് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോകാം എന്നൊക്കെ. പക്ഷേ ഉപ്പ, ഫൈസൽക്ക് എന്നോട് പറഞ്ഞത് നിൻ്റെ ഒരു ഫുഡ് എന്താ, നിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഭേദം മറ്റു വല്ലയിടത്തും പോയി കഴിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക വണ്ടി എടുത്തു പോയത്. അതെല്ലാം അവളുടെ ഉപ്പ ഓർത്തു. അതെ, ഫൈസൽ എന്നുള്ള പേര് അത് മനസ്സിൽ ഒരുപാട് വേദന സൃഷ്ടിച്ച പേരാണ്. അതെ, തൻ്റെ പൊന്നു മോളെ ജീവിതത്തിൽ വളരെയധികം സങ്കടം നിറഞ്ഞ നിമിഷങ്ങൾ സമ്മാനിച്ച പേര് അത് ഫൈസലാണ്. അവനാണ് എൻ്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്നത്. പക്ഷെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഉപ്പാക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയുന്നില്ല. വീട്ടിൽ വന്നവരെ ആട്ടി അകറ്റുക, അല്ലെങ്കിൽ അവരെ പരിഹസിച്ച് പറഞ്ഞേക്കുക,
എന്നുള്ളൊരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ മാന്യതയോടെ തന്നെ ആ ഉപ്പ സംസാരിക്കുന്നു. മോനെ ഷെഫീഖെ, അത് എനിക്കിപ്പോൾ ഒന്നും പറയാൻ വയ്യ മോനെ. മക്കൾക്കൊക്കെ മക്കളുടെ ഇഷ്ടം, മക്കളുടെ നിലപാടൊക്കെ ആയില്ലേ. എൻ്റെ മോളിപ്പോൾ MBBS വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കാര്യങ്ങൾ അവരോട് ചോദിക്കാതെ നമ്മളുടെ ഇഷ്ടത്തിനൊന്നും നടക്കൂല. ഒരു കാര്യം തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ തീരുമാനിച്ചു. അത് വലിയൊരു തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം എൻ്റെ മോള് +2 കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും വിവാഹാന്വേഷണം വന്നു. അതിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. പണ്ടും പൈസയും ഒന്നും വേണ്ട, പെണ്ണ് നല്ല ഗ്ലാമർ ഉണ്ടായാൽ മതി, അത് മാത്രം മതി, വേറെ ഒന്നും നോക്കില്ല, വീടിനെ കുറിച്ചോ സ്ഥലത്തിനെ കുറിച്ചോ ഒന്നും നോക്കുന്നേ ഇല്ല, അതാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുത്തത് എൻ്റെ കുട്ടിൻ്റെ പേരായിരുന്നു, എൻ്റെ നുസൈബയുടെ. അവിടെ മൂപ്പർക്ക് നല്ലൊരു കുട്ടിയുണ്ട്, ലത്തീഫ് കാക്കൊക്കെ നല്ലൊരു കുട്ടിയുണ്ട്, കുട്ടി പഠിക്കുകയാണ്, നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഭയങ്കര സാമ്പത്തികം വളരെ കുറവാണ്, ചെറിയ വീടാണ്, കൂലിപ്പണിക്കാരനാണ് ബാപ്പ, മൊത്തത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, പക്ഷേ പെൺകുട്ടി 10 മാറ്റുള്ള കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ആ ഒരു ആലോചനയുമായി അത് വന്നത്. മറ്റാരും ആയിരുന്നില്ല, മജീദായിരുന്നു. മജീദ് ആ ഒരു ആലോചന കൊണ്ടുവന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ചെക്കൻ്റെ സ്വഭാവം ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ. പിന്നെ അൽഹംദുലില്ലാ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ആ വീട്ടിൽ കെട്ടിച്ചതുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇന്ന് MBBS വിദ്യാർത്ഥിയായത്. അല്ലെങ്കിൽ ആരെക്കൊണ്ട് കഴിയും എൻട്രൻസിന് പൈസ കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ? ഇല്ല, ഒരാളെ കൊണ്ടും കഴിയില്ല. അതിനൊക്കെ കാരണക്കാരിയും അവർ തന്നെയാണ്, ആ വീട്ടുകാർ തന്നെ. ഉള്ളത് നമ്മൾ ഉള്ളതുപോലെ പറയും, പക്ഷെ ഇല്ലാത്തത് നമ്മൾ പറയൂല. നുസൈബയുടെ പിതാവിൻ്റെ മനസ്സിൽ ആ കസ്വത്തുൽ ഖൽബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതാ നുസൈബയുടെ പിതാവ് പറയുന്നു, മോനെ അവനും കൂടി ഇങ്ങോട്ട് വിളിച്ചോ, ഇവിടെ ഇരിക്കാലോ, എന്തിനാണ് വണ്ടിയിലിരിക്കുന്നത്? ബാപ്പ നിങ്ങൾ വിളിച്ചു നോക്കി, അവൻ നിങ്ങൾ വിളിച്ചാൽ വരാതിരിക്കില്ല. നുസൈബയുടെ ഉപ്പത മുറ്റത്തേക്ക് ഇറങ്ങുന്നു. ആ കാറിനടുത്തേക്ക് അദ്ദേഹം നടന്നെടുക്കുന്നു. എന്നാൽ ഫൈസൽ അതെല്ലാം സൈഡ് ഗ്ലാസ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. തന്നോട് ചൂടാവാൻ വേണ്ടി വരികയാണോ, ദേഷ്യപ്പെടുവാൻ വേണ്ടി വരികയാണോ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി വരികയാണോ എന്ന് അവനതാ ഭയപ്പെടുന്നു. കാരണം ആ രീതിയിലുള്ള ചെറ്റത്തരങ്ങൾ കാട്ടിക്കൂട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ എന്നോട് ദേഷ്യമുണ്ടാവും എന്നെനിക്ക് നന്നായിട്ടറിയാം. ഫൈസൽ ഒന്നും അറിയാത്ത പോലെ അത് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഉപ്പ അതാ നടന്നെടുക്കുന്നു. അവൻ ആ കാറിൻ്റെ ഡോർ തുറന്ന് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു. മോനെ, ആ ഒരു വിളി കേട്ട് ഫൈസൽ ഞെട്ടിപ്പോയി. ഒരിക്കലും ആ ഒരു വിളി പ്രതീക്ഷിച്ചതല്ല. മോനെ, എന്താ അവിടെ ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നൂടെ? എന്തിനാ അവിടെ ഇരിക്കുന്നത്? ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവരുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കണ്ണു തുടച്ചുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു, വരി, അകത്തേക്ക് ഇരിക്കാലോ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ബാപ്പാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഫൈസൽ നുസൈബയുടെ ഉപ്പയുടെ കൈ പിടിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് ഉപ്പ, നിങ്ങൾ ക്ഷമിക്കണം. എന്താ മക്കളെ നിങ്ങളീ പറയുന്നത്? കയറിയിരിക്കി, വരി, നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് കയറാതെ പുറത്തിരിക്കുക. ഫൈസലെ അതാ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നു. നേരെ അവർ സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ ഉപ്പ വിളിച്ചു പറയുന്നു, നുസ്രത്തെ, ഒരു 2 ചായ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അതാ ചായയുമായി സിറ്റ് ഔട്ടിലേക്ക് വരുന്നു. ഉമ്മയുടെ മുഖം കണ്ട ഫൈസൽ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, നുസൈബയുടെ അതേ മുഖം തന്നെ. അവർ പെട്ടെന്ന് ഉപ്പയുടെ കൈകളിൽ ചായ കൊടുത്ത് അവർ ഉള്ളിലേക്ക് വലിഞ്ഞു. തൻ്റെ പഴയ മരുമകനാണ് തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഞെട്ടൽ, അതിൽ നിന്ന് ഉമ്മാക്ക് മോചിതയാകാൻ കഴിഞ്ഞില്ല. അതെ, തൻ്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന മരുമകൻ. ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു മോളെ കെട്ടിച്ചു വിടുമ്പോൾ. പുതിയ കുടുംബത്തെ കിട്ടും, നല്ലൊരു മരുമകനെ കിട്ടും, നമ്മൾക്ക് എന്തായാലും ആൺമക്കളൊന്നുമില്ലല്ലോ. നുസൈബയുടെ ഉപ്പയുടെ പെങ്ങൾ, അതായത് അമ്മായി പറഞ്ഞ കാര്യം അതാ നുസൈബയുടെ ഉമ്മ ഓർക്കുന്നു. എടി, നിങ്ങൾക്കൊക്കെ 3 പെൺമക്കളല്ലേ? എന്നാഞ്ഞിപ്പോ വേഗം കല്യാണം നടത്തിക്കോളി. പിന്നെ മൂത്തത് പെൺകുട്ടിയായാലേ നമുക്കൊരു മരുമകനെ കിട്ടും. മരുമകനെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും?
നല്ല മരുമക്കളാണെങ്കിൽ നല്ല സുഖമായിരിക്കും നമുക്ക്. പിന്നെ പ്രത്യേകിച്ച് ആൺകുട്ടികളില്ലാത്ത വീട്ടുകാർ ഒരു മകനെന്ന് വെച്ചാൽ സ്വന്തം മോനെ പോലെ തന്നെയാണ്. അങ്ങനെ സ്നേഹിക്കാനും കഴിയണം. പിന്നെ ഇപ്പം എന്താ സ്വന്തം മോനെ പോലെ തന്നെയല്ലേ. നിങ്ങളെ ആവശ്യങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ മരുമകനെ കൊണ്ട് നീങ്ങും. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടെന്നോ. നമ്മളെ അയൽവാസി ഓൾക്ക് 4 പെൺമക്കളാണ്, ഒറ്റ ആൺകുട്ടികളില്ല. എന്നിട്ട് എന്തായി, എന്തായാലും ഒരു മോളെ കെട്ടിച്ച് മരുക്കളൊക്കെ നല്ല ഉഷാറാണ്. അതിൽ ഏറ്റവും ചെറിയ മോളുടെ മാപ്പിള എന്ന് വെച്ചാൽ നല്ല ഉഷാറാണ്. അതായത് ഈ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളായിട്ടും അവർ നോക്കലും പിന്നെ എങ്ങോട്ട് ഉംറക്ക് കൊണ്ടുപോകലും ഒക്കെ മൂപ്പര് ചെയ്തിട്ടുണ്ട്. വീട് ശരിയായി കൊടുത്തു, നന്നാക്കി കൊടുത്തു. അവർക്കുള്ള എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അതൊക്കെ ചെറിയ മരുവന് നന്നായി കൊടുത്തു. പറയാൻ പറ്റൂരല്ലോ ഞമ്മക്കിപ്പോൾ നമ്മളെ മരുക്കൾ എങ്ങനെയൊക്കെയാന്ന്. അതിനൊന്നും ആഗ്രഹമില്ല താത്ത. നല്ല ഹയറായി നല്ലൊരു സ്വാലിഹായൊരു പുതിയാപ്പിള വേണം. പിന്നെ നമ്മളെ കുട്ടീനെ നോക്കണം, അതേ ഉള്ളൂ. അല്ലാതെ ഞമ്മക്കൊന്നും ഒരു 5 പൈസയും വേണ്ട, ആഗ്രഹമില്ല. മരുക്കളുടെ കിട്ടണമെന്ന് ഒരു ആഗ്രഹവും ഇവിടെ ഇല്ല ഞങ്ങൾക്ക്. അതിനിപ്പോൾ എന്താ, കിട്ടണേ കിട്ടിക്കോട്ടെ. അങ്ങനെ നല്ല മരുക്കളുണ്ട്. ചിലവരെ കൊണ്ട് എത്ര ഭാഗ്യവാന്മാരാവും. മരുക്കളെ കൊണ്ട് നന്നായി എത്രയോ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൽ മുടക്കൊന്നും കരുതണ്ട. പിന്നെ ഇതിൽ കുറച്ച് ഉള്ള ആൾക്കാരുമാണ് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ രക്ഷപ്പെടും. ആ മരുവനെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും നോക്കേണ്ടി. താത്ത അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ മനസ്സിലില്ല. നമ്മളെ കാക്കാക്കില്ലട്ട മനസ്സിൽ അങ്ങനൊരു ആഗ്രഹം. കാരണം മൂപ്പര് പറയണത് നമ്മൾ നയിച്ചു കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, അതേപോലെ നമ്മൾ അത്ര റാഹത്ത് ഒരാൾ തന്നതുകൊണ്ട് കഴിയണോണ്ട് ഒരിക്കലും ഉണ്ട്. നയിച്ച് കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കി തിന്നുക അത് വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. എത്ര ഒരാൾ ഫ്രീ തന്നാലും അതൊന്നും ഒരു സുഖം കിട്ടൂല. കാക്കാക്ക് അതിന് താല്പര്യമില്ല കേട്ടോ. അന്ന് ആ പറഞ്ഞ വാക്കുകളൊക്കെ അതാ നുസൈബയുടെ ഉമ്മ ഓർക്കുന്നു. ആമക്കളില്ലാത്തവരല്ലേ, ഒരു മരുവൻ വരുമ്പോൾ അത് മോനെ പോലെ തന്നെയാണ്. നമ്മളെ ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടിനൊക്കെ അവൻ ഓടി എത്തും. പക്ഷേ ഒന്നിനും വരേണ്ടില്ലായിരുന്നു. എൻ്റെ പൊന്നുമോളെ ഒന്ന് ശരിക്കും നോക്കിയാൽ മാത്രം മതിയായിരുന്നു. വേറൊന്നും വേണ്ടില്ലായിരുന്നു. അവളുടെ ജീവിതം ഒന്ന് റാഹത്തായാൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. പക്ഷേ എന്താപ്പത്, ഒരു കഥയില്ല. അന്ന് എൻ്റെ മോളെ കൊണ്ടാക്കാൻ വന്നിട്ട് ഒരിക്കലും തിരിച്ചു കൊണ്ടുപോയില്ല. പിന്നെ ഓലമ്മ വന്നാണ് കൊണ്ടുപോയത്. വന്നത് കാറിലും പോയത് ഓട്ടോറിക്ഷയിലും. ആ അമ്മാൻ്റെ ഒരു മനസ്സിൻ്റെ ഇത് വല്ലാത്തൊരു തന്നെയാണ്. ആ അമ്മാനെ വിചാരിച്ചിട്ടാണ്. എന്നാലും എൻ്റെ കുട്ടി ഇപ്പതാ അൽഹംദുലില്ലാ ഉന്നതങ്ങളിൽ എത്തുന്നുണ്ട്. അതൊക്കെ അമ്മാൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഷെഫീഖും ഫൈസലും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൈസൽ ശരിക്കും ഒരു പുതിയാപ്പിളയെ പോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്. ഉമ്മയുടെ മനസ്സിൽ നല്ല വേദനയുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. പക്ഷെ ഉപ്പ ഒന്നും പറഞ്ഞില്ല. ഉപ്പ പറഞ്ഞു, ഏത് കാലത്ത് വന്നതല്ലേ നിങ്ങളൊക്കെ ഇങ്ങോട്ട്? ബാപ്പാ ഇൻഷാ അല്ലാ ഇനിയും വരാലോ. ഇനിയിപ്പോൾ നമുക്ക് വരാലോ, നിങ്ങൾ വിഷമിക്കല്ലേ. ഫൈസലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ അതാ ഞെട്ടുന്നു. പഠിച്ചോനെ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമോ? ഫൈസൽ വന്ന കാര്യം ഒരിക്കൽ കൂടി അതാ പറയുന്നു. ഉമ്മ ബാപ്പാ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിപ്പോയി. ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഫൈസൽ അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. നുസൈബയെ തിരിച്ചെടുക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് സമ്മതം തന്നാൽ നമുക്ക് വേഗം എന്തെങ്കിലും ചെയ്യായിരുന്നു. ആ ഒരു ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഉമ്മയും ഉപ്പയും ഒന്നും പറഞ്ഞില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അതിൽ ഉപ്പ പറഞ്ഞു, അത് മോനെ, മോളുടെ സമ്മതമില്ലാതെ ഞങ്ങളിനി ഒന്നിനും നിൽക്കണില്ല. അതായത് മോളുടെ സമ്മതമില്ലാതാണ് ഇതൊക്കെ കല്യാണമൊക്കെ ഉണ്ടായത്. എന്നിട്ടിപ്പോൾ മോളുടെ ഇഷ്ടം എന്താ അതുപോലെ നടക്കും. അത് കേട്ടപ്പോൾ ഫൈസലിൻ്റെ മുഖമങ്ങ് വല്ലാതെയായി. ഹേയ് ഇല്ല, അവൾ എന്നെ ഒരിക്കലും എന്നെ സ്വീകരിക്കില്ല. ഒരിക്കലും. എനിക്കറിയാം അവൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉപ്പ അതാ അകത്ത് പോയി അദ്ദേഹത്തിൻ്റെ മേശവലിപ്പിൽ നിന്ന് സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ച ഒരു സാധനം എടുത്തു കൊണ്ടുവരുന്നു. അതെ, അതൊരു ജ്വല്ലറിയുടെ പെട്ടിയായിരുന്നു. അതിൽ ഒരു റോസ് കളർ കടലാസിൽ നിന്ന് ഒരു തിളങ്ങുന്ന എന്തോ എന്നെടുത്തു. അത് ഫൈസലിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മോള് ഇതായിരുന്നു വിരലിട്ട് നടന്നിരുന്നത്. നീ ഡൈവോഴ്സ് ചെയ്തിട്ടും എൻ്റെ മോള് ഇത് മുറുകെ പിടിച്ചിരുന്നോ? പിന്നീട് എല്ലാവരുടെയും നിർബന്ധപ്രകാരം അത് കണ്ട് ഫൈസൽ ഞെട്ടിപ്പോയി. അതെ, താൻ അവൾക്ക് അണിയിച്ച ഫൈസൽ എന്ന് പേരുള്ള ആ മോതിരം. പഠിച്ചോനെ, അവൾ ഇത്രയ്ക്കും എന്നെ സ്നേഹിച്ചിരുന്നോ? എന്നിട്ട് ഞാനായിട്ട് മോനെ, അത്രക്കും എൻ്റെ മോൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ നീ
അത് പറഞ്ഞ് ഉപ്പ കരയുകയാണ്. ഷെഫീഖ് അവരെ ആശ്വസിപ്പിക്കുന്നു. ഹേയ് ബാപ്പ, നിങ്ങൾ കരയല്ലേ, എന്തപ്പോൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു വിധി, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഇതിന് നിന്നാൽ മതി, അല്ലാതെ ഒരിക്കലും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അതാ ഫൈസൽ ഷെഫീഖിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ചെയ്യട്ടോ അവളോടൊക്കെ ചോദിച്ചിട്ട്. ഫൈസലിന് പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ വട്ടപൂജ്യമായിരുന്നു. കാരണം അത്രക്കും സ്നേഹിച്ച ഒരു പെണ്ണിനെ അവനായിട്ടാണ് ഒഴിവാക്കിയത്. ആ മാതാപിതാക്കളെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണക്കാരൻ അത് ഞാൻ മാത്രമാണ്. എന്നിട്ട് ഞാൻ ഒരു വിഡ്ഢിയെപ്പോലെ ഈ വീട്ടിലേക്ക് കയറി വന്ന് താണു കൂണ് അപേക്ഷിച്ചു. ഇത്രമാത്രം ഞാൻ തരം താഴ്ന്നു പോയി. അതെ, അതിനെല്ലാം കാരണം എൻ്റെ പ്രവൃത്തി തന്നെയാണ്, മറ്റൊന്നുമല്ല. ഫൈസൽ നിരാശയോടെ അതാ മുറ്റത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാപ്പ അവനെ വിളിക്കുന്നു. മോനെ ഫൈസൽ, ഞങ്ങൾക്കിതിലൊന്നും പറയാനില്ല. എൻ്റെ മോളുടെ തീരുമാനമാണ് ഇപ്പോൾ എല്ലാം. അവൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. ഇനി ഞങ്ങളൊന്നിനും ചെയ്യുന്നില്ല. എൻ്റെ കുട്ടിയെ ചെറുപ്പത്തിൽ നിനക്ക് വേണ്ടി കെട്ടിച്ചു തന്നു. പക്ഷെ അവളുടെ ജീവിതം, അതുകൊണ്ട് മകളുടെ ഇഷ്ടം എന്താണ്, അതിനു വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ നിൽക്കുന്നുള്ളൂ. കാരണം ഞങ്ങളെ മോളൊന്നൊരു ഉന്നത വിദ്യാഭ്യാസം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളായിട്ട് അവൾ ഒന്നിനും അടിച്ചമർത്തില്ല. അവളുടെ ഇഷ്ടപ്രകാരം എല്ലാം തീരുമാനിക്കട്ടെ. എൻ്റെ കുട്ടി എന്തൊക്കെ തന്നെയായാലും ഹൈറായത് തീരുമാനിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ഷമ്മാസ് അവളെ സ്നേഹിക്കുന്ന വിവരമൊന്നും ഉമ്മയും ഉപ്പയും പറഞ്ഞതേയില്ല. കാരണം അവർ ജ്യേഷ്ഠനും അനിയനുമാണ്. ഒരു പക്ഷേ എന്തെങ്കിലും വലിയ പ്രശ്നം അതുകൊണ്ടുണ്ടാവും എന്ന് കരുതിയിട്ട് അവരത് മറച്ചു വെച്ചു. അവർക്ക് എപ്പോഴും ഇഷ്ടം ഷമ്മാസിന് തന്നെയായിരുന്നു. നിരാശയോടെ ഫൈസൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ഷെഫീഖ് പറയുന്നു, അവൻ്റെ ഒരു ആഗ്രഹം അത് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പിന്നെ എന്തൊക്കെ തന്നെയായാലും ഹൈറാകട്ടെ എല്ലാം. അത് നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഏകദേശം വൈകുന്നേരം 5:45 തുടങ്ങിയിരിക്കുന്നു. 6 മണിക്ക് അതാ നുസൈബ അവിടെ ബസ്സിറങ്ങും. ഒരുപാട് കൊതിച്ച തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക തന്നെ തേടി ഒരിക്കലെങ്കിലും തൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് ആഗ്രഹിച്ചവളായിരുന്നു നുസൈബ. അവൾ പുറത്തേക്ക് വെറുതെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോഴെല്ലാം ഉമ്മ പറയുമായിരുന്നു, എടി പെണ്ണെ, എന്താ എനിക്ക് വട്ടുണ്ടോ, അന്നെങ്ങനെ അവൻ തേടി വരുമോ, അവനൊക്കെ അവൻ്റെ വൈക്ക് പോയിട്ടുണ്ടാവും, വേറെ പെണ്ണും കെട്ടി നടക്കുക, എന്നിട്ടിപ്പോൾ എന്തിനാ അതാലോചിച്ചു, എനിക്ക് അതിനേക്കാളും ഹയറായ ചെക്കന്മാരെ പഠിച്ചോൻ തരും, ഈ അയിമത്തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട, അവരൊക്കെ പോണ വഴിക്ക് പോട്ടെ. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വേദന അത് വല്ലാതെ ഉണ്ടായിരുന്നു. എന്തെന്നറിയില്ല, എൻ്റെ ഫൈസൽക്ക, എന്നെ നിക്കാഹ് കഴിച്ച എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയിട്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം ഒട്ടും കുറയൊന്നുമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഷമ്മാസ് അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് പതുക്കെ ഫൈസലിനെ അവൾ മറക്കുവാൻ തുടങ്ങിയത്. അത്രക്കും ഇഷ്ടമായിരുന്നു അവൾക്ക് ഫൈസലിനെ. ഒരിക്കൽ ഒരു ഒരു സ്നേഹത്തിന് വേണ്ടി അവൾ കൊതിച്ചു. എന്നാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇടയിലുള്ള സംസാരം അത് മറ്റൊന്നുമല്ല, അവൾ മച്ചിയാണ്, അവൾക്ക് കുട്ടികളിലേക്ക് ഒഴിവാക്കിയതാണ്, അതുകൊണ്ടാണ് ഓന് വേറെ പെണ്ണെട്ടിയത്. ആ ഒരു സംസാരവും കൂടി ആയപ്പോൾ നുസൈബയുടെ ഹൃദയം പൊട്ടിപ്പോയിരുന്നു. ഇന്നിതാ ഫൈസൽ അവളുടെ വീട്ടുമുറ്റത്തേക്ക് വന്നിരിക്കുന്നു, അവളെ വീണ്ടും സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട്. സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമെന്ന് ഒരിക്കലും ആ ഉമ്മയും ഉപ്പയും പ്രതീക്ഷിച്ചതല്ല. ഷെഫീഖിനോട് അവർ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊന്നു മോനെ ഷെഫീഖെ, എൻ്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൻ്റെ കൂടെ ഒന്ന് ജീവിക്കാൻ, അവൻ്റെ ഒരു സന്തോഷത്തിൽ പങ്കുചേരാൻ, കുഞ്ഞുണ്ടായി കാണാൻ. പലവട്ടം അവൾ വരുമ്പോഴെല്ലാം എല്ലാവരും ചോദിക്കും, നുസൈബ റെസ്റ്റാണോ, ലീവാണോ, എന്ത് ഗർഭിണിയാകാത്തത്, അങ്ങനെ പല വട്ടം എല്ലാവരും ചോദിക്കും. ഇവിടെ തൊട്ടടുത്തൊരു സൈനാത്ത് ഉണ്ടായിരുന്നു, അവർ വരും ഇടയ്ക്കിടയ്ക്ക്. ഇവളെ കണ്ടാൽ ചോദിക്കും, അല്ല ഇപ്പോഴും ആയിട്ടില്ലേ, മറ്റേതൊക്കെ കെട്ടിച്ചതാണ് കണക്ക്. അപ്പോത്തിന് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, ഇതെന്തപ്പോ കുട്ടികളുണ്ടാവില്ല എന്ന് തോന്നുന്നില്ലേ. അങ്ങനെ പല രീതിയിലും അവളെ വേദനിപ്പിച്ചിരുന്നു. പാവം അതെല്ലാം ക്ഷമിച്ച് കേട്ടിരുന്നു. അതിൽ ചില ആളുകൾ പറഞ്ഞു, ആ ഡോക്ടറെ അടുത്ത് പോയാൽ മതി, പെട്ടെന്നുണ്ടാവും, മറ്റേ ഡോക്ടറെ അടുത്ത് പോയാൽ മതി, തങ്ങളടുത്ത് പോയാൽ മതി, മൂല്യരടുത്ത് പോയാൽ മതി, അങ്ങനെയൊക്കെ പലരും പലതും പറഞ്ഞു. പക്ഷേ എവിടെ പോയാലും എന്താ,
സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഒന്ന് ജീവിക്കണ്ടേ? എങ്കിലല്ലേ അതൊക്കെ നടക്കുള്ളൂ. പക്ഷേ ഇതെന്താ? ഇതൊരു കഥ. അങ്ങനെ ഒരു അനുഭവം എൻ്റെ കുട്ടിക്ക് ഉണ്ടായിട്ടെന്നല്ലേ അത്രേ. എല്ലാം കേട്ട് ഷെഫീഖിന് സങ്കടം തോന്നി. പാവം, എനിക്കറിയാം ഇത്താ. അന്ന് ഹോസ്പിറ്റലിൽ അവൾ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു. അവനുണ്ടായിട്ട് പോലും. സാരല്ല, എന്ത് ചെയ്യാം. പക്ഷേ ഇപ്പം അവൻ പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, നിങ്ങളോടൊന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെയും കൂട്ടി വന്നത്, അവൻ്റെ നിർബന്ധപ്രകാരം. ഇനി എന്തൊക്കെ തന്നെയാലും നിങ്ങൾ തീരുമാനിക്കുക. പഴയ സ്വഭാവങ്ങളൊന്നും ഇനി അവനുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, അവനെയും കൊണ്ടുവന്നു, അവൻ്റെ ആഗ്രഹങ്ങളും പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇത് അവസാനത്തെ വാതിലാണ്, ഇനിയൊരു വാതിൽ മുട്ടാനില്ല. ഫൈസലിൻ്റെ കഥ കേട്ടപ്പോൾ സങ്കടവുമുണ്ട്, ദേഷ്യവുമുണ്ട്. എന്ത് ചെയ്യാൻ ഉമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഫൈസൽ ഒരിക്കൽ കൂടി വന്ന് ഉപ്പയുടെ കൈ പിടിച്ചു. ഉപ്പ, ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. സലാം പറഞ്ഞുകൊണ്ട് അവനതാ പിരിയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ആ ഉപ്പ ശ്രദ്ധിച്ചു. പടച്ചോനെ, എന്തൊക്കെയാണ് ഈ കാണുന്നത്? അവർ വണ്ടി സ്റ്റാർട്ടാക്കി അതാ മുന്നോട്ട് പോകുന്നു. സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. നുസൈബ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടാകും. അവരുടെ വണ്ടി അല്പം മുന്നോട്ട് എടുത്തപ്പോൾ അതാ ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു വരുന്നു. ഒരു നിമിഷം ഫൈസലിനെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അവൻ അവിടെ ആ വാഹനം ഒന്ന് ബ്രേക്ക് ചവിട്ടി. ഒരു നിമിഷം ഏതാണ് വാഹനമെന്ന് കരുതി അവളൊന്ന് നോക്കി. ഒരു നിമിഷം അവളുടെ മനസ്സിൽ വന്നത് ഹുസൈനാജിയെയാണ്. പക്ഷെ അയാളല്ല, ഇതെൻ്റെ ആദ്യ ഭർത്താവ് തന്നെയാണ് എന്നവൾക്ക് മനസ്സിലാവുകയായിരുന്നു. ഷെഫീഖും ആ ഭാഗത്തേക്ക് ഇറങ്ങി. അവൻ വിളിച്ചു, നുസൈബയല്ലേ? ഷെഫീഖിൻ്റെ ശബ്ദം കേട്ട് അവൾ, ആ അതെ. ഷെഫീഖ്, നീ എന്താ ഇവിടെ? ആ, നിൻ്റെ വീട് വരെ ഒരു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആണോ? എന്നിട്ട്? അപ്പോഴേക്കും അതാ ഫൈസലും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു. ഫൈസൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളൊന്നും മിണ്ടിയില്ല. അവൾക്ക് അയാളുടെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കാൻ തോന്നിയില്ല. ഒരു കാലത്ത് മനസ്സിൽ ആഗ്രഹിച്ച, ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ശബ്ദമൊന്ന് കേട്ടിരുന്നെങ്കിൽ, ആ മുഖമൊന്ന് കണ്ടിരുന്നെങ്കിൽ, ആ കൈനെ ഒന്ന് അണച്ചു പിടിച്ചിരുന്നെങ്കിൽ എന്നൊരുപാട് കൊതിച്ചതാണ്. പക്ഷേ ഇപ്പം ഇല്ല. ഇപ്പം അതൊന്നും ആഗ്രഹമല്ല. ഇപ്പം അതെല്ലാം ആലോചിക്കുന്നത് തന്നെ തെറ്റാണ്. ഒരു അന്യപുരുഷനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആരുമില്ല. ആരാണ് എൻ്റെ നിക്കാഹ് ചെയ്യുന്നത്? അവനെക്കുറിച്ച് മാത്രമായിരിക്കും എൻ്റെ ചിന്ത. നുസൈബ ഒന്നും മിണ്ടാതെ അത് നടക്കുവാൻ വേണ്ടി ശ്രമിക്കും. ഫൈസൽ ഒന്നുകൂടി ഷെഫീഖിനോട്, പ്ലീസ് ഒന്ന് പറയാം, പ്ലീസ്. നുസൈബ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ഷെഫീഖ്? എന്ത് കാര്യമാണ്? നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ എല്ലാം, പിന്നെയും എന്തിനാ എന്നെ ഇങ്ങനെ? അല്ല നുസൈബ, ഇനി ഒരിക്കലും അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. നിൻ്റെ അഭിപ്രായം എന്തൊക്കെ തന്നെയാണ്, യെസ് ആയാലും നോ ആയാലും നീ അത് പറയണം. എന്നാൽ പിന്നെ അതിനനുസരിച്ച്. ഷെഫീഖ് പ്ലീസ്, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. സത്യമായിട്ടും എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല. ദയവായി ഞാൻ പോയിക്കോട്ടെ. നുസൈബ പോയിക്കോളൂ, അതിനൊന്നും കുഴപ്പമില്ല. ഒരേ ഒരു ഉത്തരം മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. യെസ് ഓർ നോ. ദയവായി നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ഒരു കാര്യം ചോദിച്ച് വേറെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഷെഫീഖ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അത്രക്കും മതിപ്പുമാണ്. നിങ്ങൾക്ക് എന്തും ചോദിക്കാം, പക്ഷേ ഇതിനെക്കുറിച്ച് മാത്രം ഒന്നും ചോദിക്കരുത് പ്ലീസ്. ഒരു നിമിഷം അവളുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അവൾക്ക് ഭയമുള്ളത് തൻ്റെ ഷമ്മാസിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. അതെ, തൻ്റെ ഷമ്മാസിൻ്റെ ജ്യേഷ്ഠനാണ് ഫൈസൽ, എൻ്റെ ആദ്യ ഭർത്താവ്. വീണ്ടും എന്നെ സ്വീകരിക്കാൻ വരുമെന്നൊരിക്കലും ഞാൻ കരുതിയിട്ട് പോലുമില്ല. പക്ഷേ എൻ്റെ ഷമ്മാസ്, അവനൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ചുമതല എനിക്കുള്ളതാണ്. അത് എനിക്ക് സംരക്ഷിക്കുക തന്നെ വേണം. ഒരിക്കലും ഒരാളുടെ ചതിയിലും ഞാൻ പെടില്ല. നുസൈബ പെടില്ല. ഷെഫീഖ്, ഞാൻ പോയിക്കോട്ടെ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ നുസൈബ മുന്നോട്ട് നടക്കുന്നു. എടാ പോയല്ലോ. ഫൈസലിനാകെ ഭ്രാന്തി പിടിച്ച പോലെ അവൻ ആ സ്റ്റെയറിങ്ങിൽ മുഖമമർത്തി കരയുകയാണ്. എന്താ ഫൈസൽ ഈ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? പോയടാ, എല്ലാം പോയി, എനിക്കിനൊന്നുമില്ല. ഫൈസൽ പ്ലീസ്, നീ കരയല്ലേ. ഇനിയും എത്രയോ പെണ്ണുങ്ങളുണ്ടാവും.
ഈ പെണ്ണ് എസ് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ആ രീതിയിലുള്ളതൊക്കെയാണ് നടന്നത്. ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണിന് വീണ്ടും അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഇല്ലടാ, ഇനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യൂലല്ലോ, പിന്നെന്തിനാ? ഫൈസൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഒരാണുങ്ങൾ കരയുന്നത് എപ്പോഴാണ്? അങ്ങേയറ്റം പറ്റിയ രീതിയിൽ മനസ്സങ്ങോട്ട് പിടുത്തം വിടുമ്പോഴാണ്. അതെ, എൻ്റെ മനസ്സെല്ലാം പിടുത്തം വിട്ടു. എനിക്കിനി എന്താണ് അവിടെ ജീവിതം? എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ജീവിക്കാൻ. ഫൈസൽ വേണ്ടാത്തൊന്നും പറയരുത് കേട്ടോ. പഠിച്ചവനാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വരാനുള്ളതായിരിക്കും. ഒരു പക്ഷേ നിനക്ക് ഇതിനേക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും. എന്ത് നല്ല പെണ്ണ്! ഇതിനേക്കാൾ നല്ല പെണ്ണുണ്ടാവുമോ? എനിക്കറിയില്ല. അവളുടെ ഒരു സ്വഭാവവും അവളുടെ ആ ഒരു ജീവിതശൈലിയും അങ്ങനെയുള്ള പെണ്ണിനൊന്നും കിട്ടില്ലടാ. അത് ശരി തന്നെയാണ്. അത് ഫൈസൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ കിട്ടിയതാണല്ലോ നിനക്ക്. നിൻ്റെ കൈക്കുമ്പിളിൽ, നിൻ്റെ കൈയിൻ്റെ ഉള്ളനടിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിനക്ക് വെച്ച് തന്നു. അത്രക്കും സ്വാലിഹത്തായൊരു പെൺകുട്ടിയെ, അത്രക്കും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ വെച്ച് തന്നു. പക്ഷേ നീ അത് തട്ടിത്തെറിപ്പിച്ചു, പിച്ച് ചീന്തി, അതിനെ വേദനിപ്പിച്ചു. അപ്പോൾ ഒന്നും ഓർത്തില്ലല്ലോ എൻ്റെ മോൻ ഇതൊന്നും. തൽക്കാലം ഫൈസൽ നീ വണ്ടിയെടുക്ക്, നമുക്ക് വേറെ പുച്ഛത്തോടു കൂടി ഷെഫീക്ക് പറയുമ്പോൾ അത് ഫൈസലിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കൊണ്ടു. അതേടാ, എനിക്ക് കിട്ടേണ്ടത് തന്നെയാണിത്. ഞാൻ തന്നെയാണ് ഇതെല്ലാം നശിപ്പിച്ചത്. എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരുമോ നീയെ? എന്ത് ചെയ്യാൻ? നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുക, വീണ്ടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് വെക്കുക, അതൊക്കെ തന്നെ. അപ്പോൾ പഠിച്ചോ നമ്മൾ കൂടെ ഉണ്ടാവും. അവൻ ആ സ്റ്റയറിങ്ങിൽ മുഖമമർത്തി കിടക്കുന്നു. എന്താ ഫൈസൽ, പോവണ്ടേ? ഇവിടെ തന്നെ കിടന്ന് കരയാണോ? എടാ, എന്താ ചെയ്യുക, എനിക്കറിയുന്നില്ല, നീ ഡ്രൈവ് ചെയ്തോ എന്ന് പറഞ്ഞതാ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഫൈസൽ പുറത്തേക്ക് ഇറങ്ങുന്നു. ഷഫീഖ് ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവനതാ സ്പീഡിൽ പോകുന്നു. ഫൈസൽ കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്യുമ്പോഴും 1-2 പ്രാവശ്യം ചിന്തിക്കണമെന്ന് എൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടി ഒരുങ്ങുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. ഇത് ഞാൻ ചെയ്യുന്നത് നല്ലതിനാണോ? ഇതുകൊണ്ട് എന്തൊക്കെ ദൂഷ്യഫലങ്ങൾ എനിക്കുണ്ടാവും എൻ്റെ ജീവിതത്തിൽ? ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇവരെന്നും എൻ്റെ കൂടെ ഉണ്ടാവുമോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണം. ചിന്തിക്കാനുള്ള ബുദ്ധി പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ 2 വട്ടമെങ്കിലും ആലോചിക്കണം എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. നീ എത്ര വട്ടം ആലോചിച്ചു? എടാ, ഞാൻ ഒറ്റ വട്ടം ആലോചിച്ചില്ല. എനിക്കപ്പോൾ എൻ്റെ സുഖം, എൻ്റെ ജീവിതം അതൊക്കെയായിരുന്നു. അന്ന് ഞാനാകെ മസ്തായി നടക്കുമായിരുന്നടാ. എനിക്കൊരു അന്തമില്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. ഫൈസൽ, നീ അനുഭവിച്ചല്ലോ അതിനൊക്കെയുള്ളത്. ഇനി തൗബ ചെയ്ത് മടങ്ങിയ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാം. അതായിരിക്കും നല്ലത്. പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഇഷ്ടം പോലെ കിട്ടും. നിനക്കൊക്കെ പെണ്ണിട്ടത്, നിന്നെ കാണാനും ഭംഗിയുണ്ട്. നിങ്ങൾക്കൊക്കെ വലിയ ഷോപ്പും കാര്യങ്ങളും ബിസിനസ്സും അതൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളല്ല. നിങ്ങളെ ക്യാഷും ഉണ്ട്. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പെണ്ണൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ അതൊന്നും നസീബി ആവില്ലല്ലോ. അത് ശരിയാണ്. ഇപ്പോൾ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടല്ലേ? അതൊന്നും സാരമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ആൺകുട്ടികൾ കൊണ്ടുപോകും. അല്ലാതെ ഇങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും ഒരാളും അങ്ങനെ ഒഴിവാക്കി വിടാനോ ഫ്രീ ആയി വിടാനോ ആരും താല്പര്യപ്പെടില്ല. ഫൈസൽ, നീ അറിഞ്ഞിനോ? നിൻ്റെ നുസൈബിയെ നീ ഒഴിവാക്കിയെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവളെ പോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അവളെ ഒന്ന് കെട്ടിയാൽ വരുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ നിന്നോടുള്ള ആ ഒരു ഇതുകൊണ്ട്, അതും നീ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് കരുതിയതുകൊണ്ട് മാത്രം ആ മോഹം മനസ്സിൽ നിന്ന് താൽക്കാലികം മാറ്റിവെച്ചു. അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവളോടുള്ള ഇഷ്ടവും ബഹുമാനവും ഇതുവരെ തീർന്നിട്ടില്ല. ഇപ്പോഴും ഉണ്ട്. കാരണം അവൾ അങ്ങനെ ഒരു പെണ്ണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങളെയൊന്നും ഒരിക്കലും നമുക്ക് കിട്ടൂലടാ. അതാണ്, കിട്ടിയതിനെ നമ്മൾ സംരക്ഷിക്കുക. അല്ലാതെ അതവിടെ വിട്ട് വേറെ പെണ്ണുങ്ങളെ തിരഞ്ഞു പോവുകയല്ല വേണ്ടത്. കിട്ടിയ പെണ്ണിനെ നല്ല സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും സംരക്ഷിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതം സ്വർഗമാവും. അള്ളാഹു നമുക്ക് കാരുണ്യം വർഷിക്കുകയും ചെയ്യും. ഷഫീഖിൻ്റെ ആ മോട്ടിവേഷൻ കേട്ട് ഫൈസലിന് എന്തെന്നില്ലാത്ത സങ്കടം. പറ്റിപ്പോയടാ, എന്ത് ചെയ്യാം? ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാം പോയി, എല്ലാ വാതിലുകളും അടഞ്ഞു. ഇനിയില്ല, ഇനി ആരോടും ചോദിക്കാനും പറയാനുമില്ല. എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു സ്വപ്നം അതങ്ങ് മായുന്നില്ല. അതെനിക്ക് വല്ലാത്തൊരു ഹരമായിരുന്നു. എനിക്കത് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. എന്ത് ചെയ്യാൻ?
ഇല്ല, എനിക്ക് കിട്ടൂല എന്നെനിക്ക് ഉറപ്പായി. എല്ലാം എൻ്റെ തെറ്റ്. ഷെഫീഖ് അത് മൈൻഡ് ചെയ്യാതെ അതാ വാഹനം ഓടിക്കുകയാണ്. അതാണ് ഫൈസൽ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. ഇനിയെങ്കിലും അങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടരുത് കേട്ടോ. ഇല്ലടാ, ഒരിക്കലുമില്ല. ഇനി ഒന്നും വേണ്ട എനിക്ക്. ഞാൻ പഠിച്ചവൻ്റെ വഴിയിലൂടെ അങ്ങനെ ജീവിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.